I delivered your revenge on Zeus. My vengeance is now. I owe you nothing. Zeus, your son has returned. പുള്ളിയാണോ അതിന്റെ മറ്റേത് പഴയത് first starting. Zeus, your son has returned. I bring the destruction of Olympus. Athena, you lied to me. The gods lied to me. Athena. കണ്ണാപ്പി സിറ്റുവേഷൻ ബ്രോ, കണ്ണാപ്പി സിറ്റുവേഷൻ ഞാൻ ഓഫ്ലൈനിൽ നോക്കിക്കോളാം ഗൈസ്. സോൾവ് ചെയ്തെന്ന് പറഞ്ഞ സാധനം ഞാൻ വീണ്ടും ലൈവിൽ ഇരുന്ന് കുത്തിപ്പൊക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ സിറ്റുവേഷൻ എന്താ നോക്കിക്കോളാം. ചില്ലാവ് ഗൈസ്. അത് നമുക്ക് കുറച്ച് ഈഗോ ആണ്. അത് നമ്മള് പണ്ടോട്ട് നമ്മൾ അങ്ങനെയാണ്, അതായത് നമുക്ക് അങ്ങനെ ഒരു ശീലം നമുക്ക്. ഓൻ ചരിത്രം ആവർത്തിക്കാന്നല്ലോ. നിങ്ങൾ ഈ RP ഓർക്കുന്നുണ്ടോ? നമ്മള് ലേലം വിളിക്കുന്ന സമയത്ത് എമൗണ്ട് കേട്ട് കറക്റ്റ് ടൈമിങ്ങിൽ ഒരാൾ കുഴഞ്ഞു വീഴും. അത് ഓർക്കുന്നുണ്ടോ നിങ്ങള്? RP എന്റെ അമ്മോ, അതൊക്കെ എന്ത് സാധനമായിരുന്നല്ലേ അന്നൊക്കെ. അത് കറക്റ്റ് അങ്ങനെ നടക്കുമായിരുന്നു. പണ്ട് നമ്മള് പ്രോഫിറ്റ് ആയി കളിക്കാറില്ല. എനിക്ക് ഒറ്റ മതി, എനിക്ക് ലാഭം വേണ്ട, അതെന്റെ ഇമോഷൻ ആണ്. നമ്മൾ പണ്ട് ലാഭം നോക്കി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഈ സിറ്റിയില്? ഇല്ല അണ്ണാ. ചന്ദ്ര ബാബു വരുന്നുണ്ട്. ബാബു വിഷയല്ലേ. നമുക്ക് ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കുന്നുണ്ട് ഓൾറെഡി കേസ്. നമുക്ക് ഇനി ഇതെടുത്തേ പറ്റത്തുള്ളൂ. നമുക്ക് എന്താ പറയാ, അണ്ണാ അവൻ വീഡിയോ പ്രൈവറ്റ് ആക്കി. ആര്? മറ്റേ ഫിലിപ്പീൻസുകാരെ ആണാ? വീഡിയോ പ്രൈവറ്റ് ആക്കി. തള്ളക്കൊക്കെ വിളിച്ചു ഫിലിപ്പീൻസിലല്ലോ, മനസ്സിലായോ? മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവന്റെ ഭാഷയിലോട്ട് നോക്കിയപ്പോ വിവിധ തരത്തിലുള്ള തള്ളക്കി വിളി. എന്റെ അമ്മോ. Watch that shit. Beware of the dog. I ain't even gon' get mad. I'm young, black and rich. She tryna sell me lies, bitch. എടാ, ഇങ്ങനെ ഒരു ബോർഡ് എന്റെ വീട്ടിൽ വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീരുവിനെ മേടിച്ച സമയത്ത്. ഇപ്പൊ അങ്ങനെ ഒരു ബോർഡ് വെച്ചാൽ നാട്ടിൽ വരുന്നവര് എന്നെ അടിക്കൂലേ? അപ്പോഴേ ആ ബോർഡ് ഊരിന്റെ തലക്ക് അടിക്കും. പിന്നെ അല്ലാതെ അവനെ കണ്ടിട്ട് അവനെ കണ്ടു കഴിഞ്ഞാൽ പേടിയൊക്കെ വരും. നിങ്ങൾ അകത്ത് കയറണോ, അവന്റെ അടുത്ത് സംസാരിക്കണം, ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് നോക്ക്. അങ്ങനെ ഒരു സാധനം. മന്ദാരം മാസ് ഡയലോഗ് ഈ RP വിഷയമെന്ന് അണ്ണൻ ഇപ്പൊ എടുത്ത് TV മെമ്പേഴ്സ് ഒക്കെ വിഷയമാണ്. കുറെ പ്ലേയേഴ്സ് ഒക്കെ PvP ആയിട്ട് എടുത്തിട്ടും ബട്ട് ദേ ആർ എന്റർടൈനിങ് ആസ് വെരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് RP. ഇപ്പൊ ലേറ്റ് നൈറ്റ് RP ഒക്കെ വിഷയമാണ്. ഇപ്പൊ അണ്ണൻ ലീവ് ആയാലും ദേ ഡസൻ മേക്ക് അസ് ബോർ, ദേ ആർ കീപ് എന്റർടൈനിങ് അസ്. താങ്ക് യു അണ്ണ. ആൻഡ് ഫോർ ലൈവ് ഓഡിയൻസ്, പ്ലീസ് ട്രൈ ടു വാച്ച് അതർ TV members live also. Don't spam Eagle Bro live undo. In their mind they feel bad also. They will spoil their mood to do RP. Enjoy every RP they create and do support them. വന്താരേ കർഷകന് വേണ്ടിട്ട് പോയേട്ടാ. ആ സാധനമാണ് കേട്ടാ. സെക്കൻഡ് ഇത് വന്നായിരുന്നേ പറഞ്ഞത് കാര്യം കേട്ടാ. ചൂട് നിൽക്കുന്നോക്ക്. ഇത് ചൂടല്ലേ? പക്ഷെ നീ ഉണ്ട് കേട്ടാ. ഇവളെ ഇറക്കണേ ഒന്ന് കൈമന്ന്. ഇറക്കണ എന്നോട് പറയണ. നിന്റെ എന്റെ അനിയനാടി. കണ്ടാടി മിയാ മേരി കുര്യൻ ഒരിക്കലും അവള് പോയി
എന്താണ് ഡയലോഗ് പറയാനുള്ള സമയം തന്നില്ലല്ലോ നിങ്ങള്. അയ്യേ പൊറയോട് നക്കിക്കൊണ്ട് ഓടുന്ന നോക്കാവേ നാണോ ഇല്ലാത്തവൻ. മിയാ മേരി കുര്യൻ ഒരിക്കലും ഒന്നിക്കാത്തവർ ഒന്നിക്കാത്തവർ നല്ലത്. പക്ഷെ എന്ത് പറ്റിയടാ മന്ദാരത്തിന്? മിയെ നിന്നെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ബസ്സിന് കല്ലെറിഞ്ഞ് പോസ്റ്റർ ഇട്ട് നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് കേരളത്തില്. പക്ഷെങ്കില് കയ്യിൽ ഒറ്റ പൈസ കാണത്തില്ല. പക്ഷെ അവരൊരിക്കലും ചതിക്കത്തില്ല. അവര് കല്യാണം കഴിക്കരുത്. പറയട്ടെ അവരാഗ്രഹിച്ചാത്ത നടക്കാത്ത ഒന്നുമില്ല. മനസ്സിലായ? നിനക്ക് മംഗലശ്ശേരിയിലെ പിള്ളേരെ അറിഞ്ഞൂടാ. മനസ്സിലാടി? ഈ മല ഈ ചില്ലാട് വിട്ടിറങ്ങുമ്പോ നീ എന്റെ മനസ്സിൽ വേറൊരു ഓർമ്മ കേട്ടോ. ചതിച്ചി കേരളത്തിലെ പിള്ളേരെ അറിയത്തില്ല പറഞ്ഞില്ല. അതെല്ലാം പറഞ്ഞു. മംഗലശ്ശേരിയിലെ പിള്ളേരെ അറിഞ്ഞൂടാ. കേരളം പറയണോ? അല്ലെങ്കിൽ രസമില്ല. എന്റെ ഈ തത്സമന്റെ അച്ഛൻ കാണുമെങ്കിൽ നാളെ 500 രൂപ എനക്ക് തരും. പാർട്ടിന്റെ പാട്ടിട്ടുണ്ട്. പുള്ളിക്ക് പ്രൊമോഷൻ അച്ഛനാണ് ഇത് സ്റ്റാറ്റസ് ആക്കി ആലോചിക്കോ മന്ദാരത്തിന് ആർമി ചെയ്തിട്ട് അച്ഛൻ സ്റ്റോറി ഇടുന്നത് മൈ പ്രൗഡ് ഓഫ് യു സൺ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ ഐറ്റം. എന്റെ മോനെ അവൻ ഇപ്പോഴും ആ ഒരു ഇതുണ്ടെന്ന്. അതെ അതെ അവന്റെ തോർത്തളപ്പ് കണ്ടില്ലേ? പൊമ്പിള്ളർ 2 ഡയലോഗ് എടുത്തിട്ട് വരുന്ന സ്ഥിരം ആർമിയിലുണ്ടല്ലേ? ഓ ആ പി സി എടുത്തോട്ട് വരണം. അത് ഇനിയാണോ വെച്ചാൽ മുതലാവൂല. ഒരു വയസ്സായ ആള് എന്റെ അമ്മു കട്ടിങ്സ് ഒക്കെ കണ്ടോ? ഞാൻ എന്റെ കയ്യിലോട്ട് നോക്കിയപ്പോ ഉണങ്ങിയ കമ്പിരിക്കുന്ന പോലെ ഉണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തിനാണ് അക്ബർ എന്റെ പുറകെ നടക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ തുടരുത്, എന്നെ ഒന്ന് വിളിക്കരുത്. ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് പുള്ളി റിക്കവർ ആയി വന്ന ഒരു കംബാക്ക് ഉണ്ടല്ലോ. ഇതുപോലൊരു കംബാക്ക് ഞാൻ വേറെ ഒരാൾ ആ ആക്സിഡന്റ് പുള്ളിയുടെ മുഖവും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് പേടിയായി പോയി സത്യം പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിക്കവർ ആയി വന്ന് ഇപ്പോഴും ചെയ്യണ കണ്ട എന്റെ അമ്മോ കിടിലോ അല്ലേ. എന്ത് രസം, എന്ത് പെർഫെക്ഷനാ പുള്ളി ചെയ്യുന്ന ഓരോ സൗണ്ട്സും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എന്ത് കിടിലോന്ന് അറിയാം. എന്താ നീ ചേട്ടാ അങ്ങനെയൊക്കെ പറയണത്? ഞാൻ ഒന്ന് പോടാവുന്ന ഒരു കാര്യമില്ലാത്ത വർത്താനൊന്നും പറയില്ലേ ഞാൻ ചേട്ടാ. നിങ്ങൾ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. സുപ്രഭാതം ബിഗ് ബോസ്. അല്ല നെവിൻ എന്താണ് പറയാനുള്ളത്? ഇത്രയും ദിവസം ഇവിടെ നിന്ന ശേഷം എന്താണ് ഇതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം പറഞ്ഞാൽ എന്താണ്? ഇവരെല്ലാവരും പല രീതിയിൽ കളിച്ചോണ്ടിരിക്കുകയാണ് ലാലേട്ട. എല്ലാരും കളിച്ചത് കാട് മാത്രല്ല ഈ ആർട്ടിഫിഷ്യൽ കുളസ് ഉണ്ടല്ലോ. ഇരുന്നാലും കരയും കിടന്നാലും കരയും. ഞോണ്ടേ ഇരിക്കുക. കരയാൻ വേണ്ടിയിട്ടാണ് ഇത് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത്. ഇത് കളിക്കാനുള്ള സ്ഥലമല്ലേ. മാത്രമല്ല പെരുന്നാളിന് അറക്കാൻ വെച്ചിരിക്കുന്ന ഒരു ബലിമൃഗമാവാൻ എനിക്ക് മനസ്സില്ല ലാലേട്ടാ. എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട്, സാബുമാനെ കാണാനില്ല. ആ ലാലേട്ടാ ഒരുപാട് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ലാലേട്ടാ. ക്യാപ്റ്റൻ ആയ ശേഷം കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയോ എന്നൊരു ഡൗട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല ചേട്ടാ, ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാലോ ചേട്ടാ, അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായിരുന്നു എനിക്കിപ്പോ ഒരു ക്ലാരിറ്റി എന്റെ ആയിട്ടുണ്ട് ചേട്ടാ. അപ്പൊ ആണെങ്കിൽ എപ്പോഴും പറയില്ല ചേട്ടാ, എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ചേട്ടാ. ഷാനവാസ്, ഇപ്പൊ കളിയൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? കളിയൊക്കെ സീക്രട്ട് ടാസ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല മോനെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. എന്താണിത്? എന്ത് നിങ്ങൾ ഇവിടത്തെ ബിഗ് ബോസിൽ ആരെയും സപ്പോർട്ട് ചെയ്യണേ? അക്ബർ അല്ല, അക്ബർ. അതാരത് പറഞ്ഞത്? എന്താണിത്? ഇത്രയും നാള് കൂടെ നടന്നിട്ട് ഇവരുടെ പേര് പോലും അറിയാത്ത. ഇല്ല, ഞാൻ കാണാറില്ല കേട്ടത്. സീരിയസ് ആയിട്ട് ഞാൻ കാണാറില്ല. എനിക്ക് അറിഞ്ഞൂടാ. അനീഷ് നൂറയാണ് വിഷയം. നൂറയോ? മറ്റേ ലെസ്ബിയൻ കപ്പിൾസ് അല്ലേ? കാണാറില്ല.
കൂടുതൽ ആൾക്കാർ ഞാൻ ഇവിടുത്തെ എപ്പിസോഡായിട്ട് കാണാറില്ല കേസ്. ഇങ്ങനത്തെ കട്ട്സ് വരുമ്പോൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഞാൻ കാണാറില്ല. എനിക്ക് ഇവിടുത്തെ ഒരു സുഖം തോന്നിയില്ല ഇവിടുത്തെ ബിഗ് ബോസ്. നമസ്കാരം. ശ്രീമതി സുഗതകുമാരിയുടെ എടാ ഈ പിള്ളേര് വളർന്നു വരുന്ന സമയത്ത് ഈ സംസാരിച്ച് തുടങ്ങുന്ന സമയം ഭയങ്കര രസമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു ടൈം ഭയങ്കര രസമാണ്. ഇവരുടെ സംസാരം കേൾക്കാനും ഇതാക്കാനും അതൊരു പ്രത്യേക ടൈമാണ്. അയ്യോ ഇവിടെ കൊറേ പേര് പറയണടാ ഇത് മറ്റേ സോംബി പടം എന്തോ ആണെന്ന്. അത് സത്യമാണോ? ആട് സോംബി ആണെന്നാ പറയണേ. എനിക്ക് അറിഞ്ഞൂടെ ദൈവം അങ്ങനൊന്നും കൊണ്ടുവന്ന് നശിപ്പിക്കായിരുന്നാ മതിയായിരുന്നല്ലേ. ടൈം ട്രാവല് സോംബി എന്തോ ആണെന്ന് പറയണ ആണ്. ചാൻസ് ഉണ്ട്. ആണോ? എനിക്ക് 1 ഉം 2 ഇഷ്ടമാ സത്യം പറയാലോ. ഇനി ഇത് അടുത്തത് ഇറങ്ങി ശോകം ഇരുന്നാ മതിയായിരുന്നു. ഞാൻ ബോംബെ പോയി. ബോംബെയില് പാചകം തന്നെ. അവിടെ പാചകം വീട്ടില ഹോട്ടലില്ല. അവിടെ നമ്മുടെ ഷാരൂഖ് ഖാൻ പുള്ളിക്കാരന്റെ വീട്ടിലെ പാചകം എനിക്കായിരുന്നു. സിനിമ നടൻ ഷാരൂഖ് ഖാന്റെ വീട്ടില എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി എപ്പോഴും ഇങ്ങനെ പറയും സുകുമാരാ മീൻകറി ഭയങ്കര. പിന്നെ അവിടെ നിന്ന് ഞാൻ പിന്നെ മാറി. സംഭവം പുള്ളി പറയണം മനസ്സിലാവൂലെണ്ണ. അവന്റെ അടുത്ത് ദേഷ്യപ്പെടണ്ടായിരുന്നു. ആള് 2-3 ദിവസമായിട്ട് അത്ര നോർമലല്ല. ഇതിന്റെ റീമേക്ക് ആണോ? അയ്യപ്പനും കോശിയും ഇത് റീമേക്ക് ആണോ കഴിച്ചത്? അയ്യോ എനിക്ക് കമ്പയർ പോലും ചെയ്യാൻ പറ്റണില്ല കേട്ടാ. ഇതെന്ത് നോക്കടാ. എന്ത് ഒരു ജസ്റ്റ് ഒരു പ്രൈവറ്റ് ബസ്സിനകത്ത് ഇറങ്ങി വരുന്ന സീൻ തന്നെ എന്ത് സാധനമല്ലേ. ഇതെന്ത് ക്യാരക്ടർ ആയിരുന്നല്ലേ. എന്ത് സാധനടാ ഇത്. എനിക്ക് എന്റെ 1 ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ് ഇത് അയ്യപ്പനും. കിടിലം പടമാണ്, പറയാതിരിക്കാൻ വയ്യ. അത് എന്ത് രസമാണെന്നറിയാം. അതിനകത്ത് കൊറേ മറ്റേ ഇതുണ്ടല്ലോ, കൊറേ അതിനകത്ത് ഒരു ഡയലോഗ് പറയാലോ. എന്തോ സെക്ഷൻ 360ക്ക് മുകളിലാണ്. അതൊക്കെ എന്ത് സാധനമല്ലേ അതൊക്കെ. അതെ ആ കാർ കിടക്കുന്നില്ലേ അവിടെ അങ്ങോട്ട് നിർത്തിക്കോ. 23 ശരി ഇതാ വിട്ടോ. അല്ല സാറേ അപ്പൊ കാശ് പോലീസുകാരനോടാണോ കാശ് ചോദിക്കുന്നത്? എന്താ പോലീസുകാരൻ കയറി പെട്രോൾ ചെയ്താവൂലേ? മര്യാദക്ക് കാശ് എന്നിട്ട് പോണം. ഓസറി എന്റെ അടുത്ത് നടക്കത്തില്ല. നോക്കണ്ട തലയിൽ തൊപ്പി വെച്ചാ അങ്ങനെയാ. നോക്കണ്ട തലയിൽ തൊപ്പി വെച്ചാ അങ്ങനെയാ. Until
വിഷയം